Welcome friends. In this episode we are going to learn reflexive pronouns. First we will learn persons. I എന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. വി എന്നത് അതിൻ്റെ പ്ലൂറലാണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്. I ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. യു സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, അതിൻ്റെ പ്ലൂറലും യു തന്നെയാണ്. ഓക്കെ, യു സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് യു സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. He, she, it, third person singular. He, she, it, third person singular. അതിൻ്റെ പ്ലൂറൽ ഫോം they ആണ്. They third person plural ഫോം ആണ്. ക്ലിയർ? അത് ക്ലിയർ ആയല്ലോ. I ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, we ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. You സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, you സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. He, she, it, third person singular, they third person plural. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. I myself, you yourself, he himself, she herself, it itself, we plural ആണ്. അതുകൊണ്ട് സെൽഫ് ഫോം അല്ല, സെൽവ്സ്, we ourselves. you plural വരുമ്പോൾ yourselves, they themselves. okay, I myself, you yourself, he himself, she herself, it itself, we ourselves, you yourselves, they themselves. ഇനി ഇതിൻ്റെ സെൻറ്റൻസിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. I washed myself thoroughly. I washed myself thoroughly. The cat licked itself all over. You mustn't blame yourself. You mustn't blame yourself. Okay, more sentences. They did it themselves. They did it themselves. He himself presented the paper. He himself presented the paper. I wrote it myself. I wrote it myself. ഇനി ഒരു സെൻറ്റൻസ് പരിശോധിച്ച് നോക്കാം. That house belongs to myself. ഈ സെൻറ്റൻസ് ശരിയാണോ? നോ. That house belongs to myself എന്നതിൽ മൈസെൽഫ് എന്ന റിഫ്ലക്സീവ് പ്രോനൗൺ അവിടെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു മീ എന്നേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടാണ്? സബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ ഒബ്ജക്റ്റിലില്ല. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് റിഫ്ലക്സീവ് പ്രൊനൗൺ ആകണമെങ്കിൽ സബ്ജക്റ്റോട് അത് ചേർന്ന് നിൽക്കണം. ഐ എന്നാണ് സബ്ജക്റ്റ് എങ്കിൽ മൈസെൽഫ് പറയാം. ദാറ്റ് ഹൗസ് ആണ് സബ്ജക്റ്റ്. ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു മൈസെൽഫ് എന്ന് പറയാൻ കഴിയില്ല. നമുക്കൊരു സെൻറ്റൻസ് കൂടി നോക്കാം. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ. ദ സബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ആർ ദ സെയിം. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്ന് തന്നെയാണ്. ഷീ അവൾ നോക്കി. ആരെ? കണ്ണാടിയിൽ ആരെയാണ് കണ്ടത്? അവളെ തന്നെയാണ് കണ്ടത്. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ. ദ സബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് are the same. If you don't use the self form, the meaning will be different. She looked at her in the mirror. ഇവിടെ സെൻറ്റൻസിൻ്റെ അർത്ഥം വേറെയാ. She looked at her in the mirror. എന്താ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പം? നമ്മൾ അവളെ തന്നെ നോക്കി എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കുക. She looked at her in the mirror എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ കിട്ടുമോ? ഇല്ല. The subject and the object are different, and at that time the meaning will be different. She looked at her in the mirror എന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം അവൾ കണ്ണാടിയിൽ അവളെ നോക്കി. സ്വയമല്ല, മറ്റവളെ നോക്കിയതാ. ഒരുപക്ഷെ അവളെ അനിയത്തിയാവാം, അല്ലെങ്കിൽ അവളെ ചേച്ചിയാവാം. ഓക്കെ, രേണു ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ. ദാറ്റ് ഇസ് റൈറ്റ്. രേണു അവളെ തന്നെയാണ് നോക്കിയത്. രേണു ലുക്ക്ഡ് അറ്റ് ഹെർ. രേണു ഇപ്പോൾ കണ്ണാടിയിലൂടെ നോക്കിയത് വേറൊരാളെയാണ്. ഹെർ എന്ന് വരുമ്പോൾ അർത്ഥം മാറി. ഓക്കെ, ഹെർ എന്ന് വരുമ്പോൾ അർത്ഥം മാറി. ഹെർസെൽഫ് എന്ന് പറയുമ്പോൾ മാത്രമേ അവളെ തന്നെയാവൂ. പാരൻസ് ഓഫൺ ബ്ലെയിം ദംസെൽവ്സ് ഫോർ ദ വേ ദെയർ ചിൽഡ്രൻ ബിഹേവ്. പാരൻസ് ഓഫൺ ബ്ലെയിം ദംസെൽവ്സ്. ഓക്കെ, പാരൻസ് വരുമ്പോൾ പ്ലൂറലാണ്, ദംസെൽവ്സ് വേണം. ഷീ മെയ്ഡ് ഹെർസെൽഫ് എ കപ്പ് ഓഫ് ടീ. ഷീ മെയ്ഡ് ഹെർസെൽഫ്. അവൾ അവൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. വെൻ വി യൂസ് റിഫ്ലക്സീവ് പ്രൊനൗൺ with by, we get a different meaning. We get a meaning alone, doing something without any help. നോക്കൂ, why don't you go by yourself?
അവിടെ ഒറ്റയ്ക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നാണ് ചോദ്യം. വൈ ഡോണ്ട് യു ഗോ ബൈ യുവർ സെൽഫ്? സ്വയം, തനിച്ച്. ഇത് നോക്കൂ. ദ ചിൽഡ്രൻ ഹാവ് മെയ്ഡ് ദെയർ മീൽ ബൈ ദംസെൽവ്സ്. ആരുണ്ടായിരുന്നില്ല, അവരൊറ്റയ്ക്ക് ചെയ്തതാ. ദ ചിൽഡ്രൻ ഹാവ് മെയ്ഡ് ദെയർ മീൽ ബൈ ദംസെൽവ്സ് എന്ന് പറയുമ്പോൾ അവർ തന്നെ ഉണ്ടാക്കി, അവരെ സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് മീനിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും റിഫ്ലെക്സീവ് പ്രോനൗൺ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഐ മൈസെൽഫ്, യു യുവർ സെൽഫ്, ഹി ഹിംസെൽഫ്, ഷീ ഹേഴ്സെൽഫ്, ഇറ്റ് ഇറ്റ്സെൽഫ്, വി ourselves, യു പ്ലൂറൽ ഫോമിലാവുമ്പോൾ yourselves, they themselves. Clear? Try to make your own sentences. Okay, that's all in this episode. Thank you.